വീണ്ടും വയനാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ വനം വകുപ്പും ദൗത്യ സംഘവും ഒക്കെ തുടരുന്നുണ്ട്. ഒരു ഭാഗത്ത് നാട്ടുകാരുടെ പ്രതിഷേധവും തുടരുന്നുണ്ട്. നാട്ടുകാരുമായി സംസാരിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ട്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇന്നത്തെ ദൗത്യം എന്തായാലും അവസാനിപ്പിച്ചിരിക്കുകയാണ്. നാളെ വീണ്ടും മിഷൻ തുടരും. ഇന്ന് മയക്കുവെടി വെക്കാൻ കഴിഞ്ഞുവെങ്കിലും അത് വിജയകരമായില്ല, വിജയിച്ചില്ല. മിഷൻ മഗ്ന ഇന്ന് മൂന്നാം ദിവസത്തേക്ക് കൂടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ മണ്ണുണ്ടി കോളനിയിലുള്ള ദൃശ്യങ്ങളാണ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല സാറേ, അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഉറങ്ങാം. ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെ ഉറങ്ങും? അത് വന്നോട്ടെ, അതല്ലോ ഓക്കെ, വന്നോട്ടെ. 20 പേര് വരാനില്ലേ? അവര് വന്നോട്ടെ. അധികാരമുള്ളവർ പറയട്ടെ. നിങ്ങളൊക്കെ അധികാരം പറഞ്ഞോട്ടെ. നിങ്ങളതിന്റെ ഇടയ്ക്ക് പറയണ്ട. അതെ സാറേ, എത്ര പേര് വരുന്നുണ്ട്? അവര് വന്നിട്ട് പോയിക്കോ. നിങ്ങൾ അങ്ങോട്ട് നിന്നോ, എല്ലാവരും നിന്നോ. അവർ വരട്ടെ, വരാനുള്ളവർ വരട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാം. അങ്ങോട്ട് പോയിക്കോ. ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്താൽ മതി. ആരും ചെയ്യില്ല. ഞങ്ങളെല്ലാം മനുഷ്യരെ ജനങ്ങളുടെ നീതി നിങ്ങൾ ഉറപ്പ് വരുത്തിട്ട് പോയാൽ മതി. നിങ്ങളെ പോകില്ല, അത്ര തന്നെയാണ്. വേറെ പറഞ്ഞൊന്നുമില്ല. ഇന്നലെ ഇതേപോലെ വാർത്ത പറഞ്ഞിട്ട് പോയാ ഞാൻ ഇവിടെ ഉണ്ട്. കാര്യമില്ല, നിങ്ങളുടെ ഉദ്യോഗസ്ഥരൂടെ വേണം. പോയിക്കോ. മാത്രമല്ല, അവരുടെ സ്റ്റാഫ് നിൽക്കണം. അവരുടെ സ്റ്റാഫ് നിൽക്കണം. പറഞ്ഞുവിടാൻ പറ്റില്ല. അല്ലാണ്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ ആക്രമിക്കാനല്ല ഇവിടെ ജനങ്ങൾ പറയുന്നത്. വരുന്നുണ്ട്, വരട്ടെ.
ബോഡി വെച്ച മണിക്കൂർ ബോഡി വരെ ജനങ്ങൾക്ക് ഇറച്ചിക്ക് പോകുന്ന പരിപാടി ഒന്നിച്ച് നിന്നാലും ഇവിടെ സംഘർഷം ഉണ്ടാകുമ്പോൾ മാത്രം വന്നിട്ട് മുതലെടുത്തിട്ട് ആരും പോകണ്ട ഒരു പാർട്ടി അത് ഒരു പാർട്ടി മേഡം കണ്ടില്ലല്ലോ. ഇപ്പൊ ഇവിടെ സംഘർഷം വാർത്തയിൽ കണ്ടപ്പോഴല്ലേ ഇവിടെ പാഞ്ഞെത്തിയേ. നമ്മളിവിടെ 7 മണിക്കോട്ട് വന്ന 7 മണിക്കൂർ സംഘർഷം ഉണ്ടായപ്പോഴല്ലേ ഇവിടെ പാഞ്ഞു വരുന്നത്. രാഷ്ട്രീയം മുതലെടുത്തിട്ട് ഇവിടെ ആരും ഇതിവിടെ ജനങ്ങളുടെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ മുതലെടുക്കാൻ അങ്ങനെ പാർട്ടി ഇവിടെ ഇവിടുത്തെ ജനങ്ങൾക്ക് രണ്ടുപേരും അങ്ങോട്ട് പിടിച്ചോണ്ട് പോയി. 2 ടീം അങ്ങോട്ട് പിടിച്ചോണ്ട് പോയി. പാർട്ടിക്കാർ നോക്കിയിട്ട് ഒരു വീട്ടിലേക്ക് നമ്മൾ പോയിട്ടില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നു. നാട്ടോട് സംസാരിച്ചിട്ട് ചാനലിന് വാർത്ത വന്നിട്ടുണ്ട്. പിന്നെ ഫോറസ്റ്റ് ആൾക്കാർ ഇവിടെ വന്ന് ഇപ്പം വന്നിട്ടുണ്ട്. നിങ്ങളോട് സംസാരിക്കാം. ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, ഇവിടുത്തെ ജനങ്ങൾക്ക് ഇന്ന് രാത്രി ഇവിടെ സംരക്ഷണം കൊടുക്കണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് DOയും അവരുടെ സ്റ്റാഫ് ഇപ്പൊ അങ്ങ് പോവുക. ഈ ആന ഇവിടെ നിന്ന് എവിടെയും പോയിട്ടില്ല. ഫോറസ്റ്റ് ആൾക്കാർ ഫോറസ്റ്റുകാര് 10 സ്ക്വാഡായിട്ട് ഇവിടെ ഇന്ന് സംരക്ഷണം തരാൻ വേണ്ടി ഫോറസ്റ്റുകാർ പോലീസും ഇവിടെ ഉണ്ട്. അവര് വന്നോട്ടെ സാറേ, ആ ഉറപ്പ് അവര് വന്നോട്ടെ. അടുത്ത പോലീസല്ലേ വരുക, അവരിവിടെ വന്നിട്ട് ഇവരിവിടെ കുറച്ച് പേര് പോയിക്കോട്ടെ. ഉണ്ടായിക്കോട്ടെ, അതിനിപ്പോ ഇവിടെ രാഷ്ട്രീയം കലക്കേ വേണ്ട. ഞങ്ങളിവിടെ ജനങ്ങളാണ്. ഇവിടെ രാഷ്ട്രീയം പറയേണ്ടത് സാറൊന്ന് പറഞ്ഞോട്ടെ. ജനവാസ മേഖലയ്ക്ക് ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് ഫോറസ്റ്റുകാർ ഇന്നുണ്ട്, പോലീസും ഉണ്ട് കൂടെ. സാറേ, അതിന് നമുക്ക് ഒരു കുഴപ്പമില്ല. അവര് വന്നിട്ട് പോയിക്കോട്ടെ. ആ വരട്ടെ, ആ ടീം, ആ സ്കോഡ് കൂടെ വരട്ടെ. ആ സ്കോഡ്
അത് വെച്ചിട്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളുണ്ടാവില്ല, അവരുടെ നമ്പർ ജനങ്ങൾക്കും കൂടെ കൊടുക്കാം, ഈ പ്രദേശത്തെ ആളുകൾക്കും കൂടെ കൊടുക്കാം. കാരണം രാത്രി എന്താണ് പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ നേരിട്ട് ബന്ധപ്പെടാൻ വേണ്ടി കഴിയും. വിളിച്ചാൽ എടുക്കൂല. നടക്കുമൊന്നുമില്ല. അവരോട് വരാൻ വേണ്ടി പറയും. കാവലിന് റെഡിയായി പല മേഖലകളിലൊന്നുമല്ലല്ലോ, ഇവിടെയാണല്ലോ ആനയുള്ളത്.